നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത 85 നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മ. ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിനും തീരുമാനത്തിനുമെതിരായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതെന്നും എം പി. സബ്സിഡി വെട്ടിക്കുറച്ച് രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം എം എം മണി MLA ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയെ തകർത്ത് കർഷക ജീവിതം ദുരിതപൂർണമാക്കിയെന്ന് എം എം മണി. രാസലഹരി മരുന്നായി 27 ഗ്രാം MDMA-യുമായി ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് കട്ടപ്പനയിൽ അറസ്റ്റിൽ. കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കൊയിലാണ്ടി പയാറ്റുവളപ്പിൽ ഷാലീന ഹൌസിൽ ഫാരിസ് മുഹമ്മദിനെ. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്. തന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ട് വിവരങ്ങൾ പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുമെന്ന പ്രസിഡന്റ്. വാത്തിക്കുടി പഞ്ചായത്തിൽ വേസ്റ്റ് ബിൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്. വിശദമായ വാർത്തകൾ. ദേശീയപാത 85 നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മയാണ്. നിലവിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള നിർമ്മാണമാണ് നിരോധിച്ചിരിക്കുന്നത്. ഈ പ്രദേശം വനമാണെന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലൂടെ സർക്കാർ തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിനും തീരുമാനത്തിനുമെതിരായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത്. ദേശീയപാതയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ അടിയന്തരമായി മുഖ്യമന്ത്രിയും സർക്കാരും ഇടപെടണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. പല മേഖലകളിൽ നിന്നും പല തെറ്റിദ്ധരിപ്പിക്കുന്ന നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും വരികയും ഇവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള തലത്തിൽ ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെയാണ് നിലപാട് വ്യക്തമാക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന് ഘടകവിരുദ്ധമായി തന്നെ സത്യവാങ്മൂലത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് ഗവൺമെന്റ് സ്റ്റാൻഡായി ഹൈക്കോടതി ഇതിനെ കണ്ടു. ഹൈക്കോടതിയിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞ ഹൈക്കോടതി എന്താ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? ആ ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആസ് പെർ ദി അഫിഡവിറ്റ് ഫയൽഡ് ബൈ ചീഫ് സെക്രട്ടറി. അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആ യോഗ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ആ യോഗ തീരുമാനത്തിൽ എടുത്ത തീരുമാനങ്ങൾക്ക് ഘടകവിരുദ്ധമായി ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഇതാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഫിഡവിറ്റ് കൊടുത്തതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ഇവിടെ ഗവൺമെന്റ് സ്റ്റാൻഡ് നിലനിൽക്കുന്നത് 2/8/2024 ആ ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിന്റെ ആ തീരുമാനം തന്നെയാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഈ അഫിഡവിറ്റോട് കൂടി ഇതായി മാറി. അപ്പൊ ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് ഈ ചീഫ് സെക്രട്ടറിയുടെ മീറ്റിംഗിൽ എടുത്തത് അട്ടിമറിക്കപ്പെട്ടു. അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലുള്ള ഗവൺമെന്റ് സ്റ്റാൻഡ്. അപ്പൊ ഗവൺമെന്റ് സത്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്, ഈ നാടിനെ ചതിക്കുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി ഇടുക്കി ജില്ലയെ ബാധിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രശ്നമാണിത്. ഇപ്പോൾ നേര്യമംഗലം വാളറ വഴിയുടെ പ്രശ്നം മാത്രമല്ലത്. എല്ലായിടത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ളക്കളി, ഈ കള്ളക്കളിയെ സംബന്ധിച്ച് ഈ വിധത്തിൽ ഇവരെ കയറൂരി വിടുന്നതിന്റെ ദോഷഫലങ്ങൾ മനസ്സിലാക്കി കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിച്ച് ഒരു ഗവൺമെന്റ് ഇതുപോലെ നാണം കിടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഞാൻ സത്യത്തിൽ പച്ചയ്ക്ക് ഞാൻ ചോദിക്കുക. മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയെ തകർത്ത് കർഷക ജീവിതം ദുരിതപൂർണമാക്കിയതായി അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം എം എം മണി MLA. സബ്സിഡി വെട്ടിക്കുറച്ച് രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ നടന്ന ധർണ അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗവും ഉടുമ്പൻചോല MLA-യുമായ എം എം മണി ഉദ്ഘാടനം ചെയ്തു. കർഷകരെ അവഗണിച്ച് വൻകിട കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. രാജ്യത്തുടനീളം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. രാസവളങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിലൂടെ എല്ലാത്തരം കൃഷികൾക്കും ഉൽപാദന ചെലവ് വർദ്ധിക്കും. മിനിമം താങ്ങുവില പോലും നൽകാതെയാണ് ഇപ്പോൾ സബ്സിഡി വെട്ടിക്കുറച്ചത്. മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയെ തകർത്ത്
കർഷക ജീവിതം ദുരിതപൂർണമാക്കിയതായും മണി MLA പറഞ്ഞു. രാജ്യത്തെ കൃഷിക്കാർ ആത്മഹത്യ പിരിഞ്ഞിരിക്കുക, രാജ്യത്തെ പട്ടിണി പാവങ്ങളായ ജനങ്ങളുടെ ആത്മഹത്യ മനസ്സിന്റെ ഉയർന്നിരിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ, അതിന്റെ തുടർച്ചയായി സംസ്ഥാന നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ നയ സമീപനം, ഇതെല്ലാം പ്രതിസന്ധിയിലെത്തിച്ചിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയെ കൃഷിക്കാരികളുടെ കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. സാധാരണക്കാരായ കൃഷിക്കാരെ സംരക്ഷിക്കാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പ് ചെയ്യുന്നതിന്, കൃഷിക്കാരെ സഹായിക്കുന്നതിന്, രാസവളത്തിൻ്റെ കീടനാശിനിയുടെ വില നിയന്ത്രിച്ച് നൽകുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറല്ല. അതിൻ്റെ ദുരന്തമാണ് ഇന്ന് ഇന്ത്യൻ കാർഷിക മേഖല, സർവോപരി കേരളത്തിൻ്റെ കാർഷിക മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് സിതാര ജയൻ അധ്യക്ഷയായിരുന്നു. നേതാക്കളായ VR സുജി, മാത്യു ജോർജ്, സജിമോൻ ടൈറ്റസ്, ബേബി മാത്യു, KP സുമോദ്, KN വിനീഷ് കുമാർ, KP സജി തുടങ്ങിയവർ സംസാരിച്ചു. രാസലഹരി മരുന്നായി 27 ഗ്രാം MDMA-യുമായി ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് കട്ടപ്പനയിൽ അറസ്റ്റിൽ. കോഴിക്കോട് കൊയിലാണ്ടി പയ്യാറ്റുവളപ്പിൽ ഷാലീന ഹൌസിൽ ഭാരിസ് മുഹമ്മദിനെയാണ് കട്ടപ്പന DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന ബൈപ്പാസ് റോഡിൽ പരിശോധന നടത്തുന്നതിനിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇയാളെ സ്ഥലത്ത് കാണുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്ത് ദേഹപരിശോധന നടത്തിയപ്പോഴാണ് ശരീരത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന 27 ഗ്രാം MDMA കണ്ടെടുത്തത്. രാവിലെ ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് MDMA മറ്റാർക്കോ കൈമാറാൻ കട്ടപ്പനയിൽ കാത്തുനിൽക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്ക് MDMA ലഭിച്ച ഉറവിടവും ആർക്കാണ് കൈമാറാൻ കാത്തുനിന്നതെന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോഴിക്കോട് സ്വദേശിയായ ഇയാളുടെ പിന്നിൽ മാരക ലഹരി മരുന്നായ MDMA കടത്തലിന്റെ അന്തർസംസ്ഥാന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന സംശയത്തിൽ പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് പോലീസുമായി ബന്ധപ്പെട്ട ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഇയാളെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPSന്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് ടീമും കട്ടപ്പന DYSP VA നിഷാദുമോന്റെ നേതൃത്വത്തിൽ SI-മാരായ ഷാജി എബ്രഹാം, ബെർട്ടിൻ ജോസ്, PV മഹേഷ്, SCPO ഷമീർ, CPO-മാരായ ബിബിൻ മാത്യു, R ഗണേഷ്, സിനോജ് ജോസഫ് എന്നിവരും ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്. തന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ട് വിവരങ്ങൾ പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പഞ്ചായത്തിന്റെ ആസ്തി രേഖ തിരുത്തിയതിന്റെ രേഖകളും പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്തുവിട്ടു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ അഴിമതി ആരോപണങ്ങളും രാഷ്ട്രീയ പോരും ശക്തമാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസിനെതിരെ ST ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കൂടാതെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടാളികളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യവും ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതികരണവുമായി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെയും തന്റെ കുടുംബത്തിന്റെയും മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഇത്തരത്തിൽ മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ആ വെല്ലുവിളി ഞാൻ നേരിടുകയാണ്. തികച്ചും മാതൃകാപരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഭാര്യയുടെയും അപ്പൻ്റെയും അമ്മയുടെയും പേരിലുള്ള മുഴുവൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മുടെ പഞ്ചായത്തിൻ്റെ നോട്ടീസ് ബോർഡിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. എന്നാൽ ഫ്രാൻസിസ് അറക്കപ്പറമ്പൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളിലെ ഒരു ബാങ്ക് അക്കൗണ്ട് അല്ല, ഫ്രാൻസിസ് അറക്കപ്പറമ്പിന് എത്ര ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ അത്രയും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ പഞ്ചായത്തിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ പ്രദർശിപ്പിക്കാനായിട്ട് ഫ്രാൻസിസ് അറക്കപ്പറമ്പൻ കൃത്യമായിട്ട് ചെയ്യണം. കരാറുകാരനായ വിപിൻ തോമസിനെ കൂട്ടുപിടിച്ചു നടത്തിയ മുഴുവൻ അഴിമതികളും ആസ്തി വികസന രജിസ്റ്റർ തിരുത്തിയത് സംബന്ധിച്ചുള്ള തെളിവുകളും വെച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ജെയിംസ് KJ പറഞ്ഞു. ഉപ്പുതറ പഞ്ചായത്തിലെ അഴിമതികൾ വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു. വാക്കത്തി, മേമാരി തുടങ്ങിയ പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന സാംസ്കാരിക നിലയങ്ങളിലെയും
പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയിലെയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക, അഴിമതി നടത്തിയ താൽക്കാലിക ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞതോടെ നേരിയ വാക്കുതർക്കമുണ്ടായി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ ഐസക് സമരം ഉദ്ഘാടനം ചെയ്തു. 2006 മുതൽ അഴിമതി നിറഞ്ഞ പഞ്ചായത്തായി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കേരളത്തിൽ ഏറ്റവും നാണംകെട്ട പഞ്ചായത്താണ് ഉപ്പുതറ പഞ്ചായത്ത്. ഇന്നലെ തുടങ്ങിയതല്ല. 2006 മദ്യപന്മാരുടെ ശല്യം കൊണ്ട് ഉപ്പുതറ പഞ്ചായത്തിൽ ഉപ്പുതറ പോലീസ് റെയ്ഡ് ചെയ്ത് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചതാണ്. അവർക്കെതിരെ കേസെടുത്തുള്ളതാണ്. ഇത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കറിയാം. ഒരു വാർഡിൽ 34 ലക്ഷം രൂപയുടെ വികസനമുണ്ട്. ആ ഫണ്ട് പൂർണ്ണമായും ദുർവിനിയോഗം ചെയ്തു. ആ ഫണ്ടുകൾ LDFും UDFിന്റെ സഹായത്തോടു കൂടി പണം മാറ്റിയെടുത്തു. SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം ഈ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് ഒത്താശ ചെയ്തു കൊടുത്ത പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കെതിരെയും കേസെടുക്കണം എന്നാണ് ആദ്യത്തെ ആവശ്യം. BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK രാജപ്പൻ അധ്യക്ഷനായിരുന്നു. BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ സന്തോഷ് കുമാർ, സന്തോഷ് കൃഷ്ണൻ, KT അനീഷ്, ബിനോജ് കുമാർ, ഷാജി നെല്ലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സമരത്തിന്റെ ഭാഗമായി. വാത്തിക്കുടി പഞ്ചായത്തിൽ വേസ്റ്റ് ബിൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണത്തിൽ പ്രതികരണവുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്. പദ്ധതി നടപ്പാക്കാൻ കൂട്ടുനിന്നവരാണ് ഇപ്പോൾ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത്. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വേസ്റ്റ് ബിൻ വാങ്ങി സ്ഥാപിക്കുന്നതിനായി പണം മുടക്കിയത് സംബന്ധിച്ച് വൻ ആരോപണങ്ങളാണ് ഉയരുന്നത്. 7 മാസം മുൻപ് ഭരണം UDF ഏറ്റെടുത്ത് ഭരിക്കുന്ന വാത്തിക്കുടി പഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇടതുപക്ഷ അംഗങ്ങളാണ്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും ഉൾപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റി ശുപാർശ ചെയ്ത ശേഷമാണ് മുഴുവൻ അംഗങ്ങളും അംഗീകരിച്ച പഞ്ചായത്ത് കമ്മിറ്റിയിൽ പാസാക്കിയ ശേഷം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിക്കായി ശുപാർശ ചെയ്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ബില്ല് പരിശോധിച്ച് അംഗീകാരം കൊടുത്ത ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വൈസ് പ്രസിഡന്റും യാതൊരു വിയോജിപ്പും പ്രകടിപ്പിക്കാതെ പദ്ധതി നടപ്പാക്കുകയും വേസ്റ്റ് ബിൻ വാങ്ങി വിതരണവും നടത്തിയ ശേഷം 2 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ആരോപണം ഉന്നയിക്കുന്നത്. വേസ്റ്റ് ബിന്നുകൾ വലിയ വില നൽകി കമ്മീഷൻ വാങ്ങിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ത്രിതല പഞ്ചായത്തുകൾക്ക് ഇത്തരം കാര്യങ്ങൾക്കായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഗവൺമെന്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളതെന്നിരിക്കെ ആരോപണങ്ങൾ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് പറഞ്ഞു. 11,360 രൂപ വിലയുള്ള 340 ബിൻ വാങ്ങുകയും അത് വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 25-ാം തീയതി കൂടിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇതിന് തീരുമാനമെടുക്കുകയും 28/2/2025 കൂടിയ ജനറൽ കമ്മിറ്റി ഈ പ്രോജക്റ്റ് അംഗീകരിക്കുകയും അതിനുശേഷം അത് DPCക്ക് വിടുകയും DPC അംഗീകരിച്ച് വെറ്റിംഗ് ഓഫീസർ അത് വെറ്റ് ചെയ്ത് നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുകയുമാണ് ഉണ്ടായത്. മാർച്ച് മാസം 29-ാം തീയതി നടന്ന വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ദിവസം ഈ ബിൻ വിതരണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഘടക സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും ഈ ബിൻ വാങ്ങുന്നതിനായിട്ടാണ് ഈ 340 ബിൻ വാങ്ങിയിട്ടുള്ളത്. ജംബോട്ടലിൽ ആണ് ഇത് പർച്ചേസ് നടത്തിയിട്ടുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടതുപക്ഷാംഗങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിഷയം വിജിലൻസ് അന്വേഷണത്തിന് വിടാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. കമ്മിറ്റി ഇക്കാര്യം പാസാക്കുകയും ചെയ്തു. എന്നാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. പഞ്ചായത്ത് 3 വർഷം ഭരിച്ച ഇടതുപക്ഷം അതേ അംഗങ്ങൾ മുൻപന്തിയിൽ നിന്ന് നടപ്പാക്കിയ പദ്ധതിയിൽ അവസാന നിമിഷത്തിൽ ആരോപണം ഉന്നയിക്കുന്നതിന്റെ അടിസ്ഥാനം എന്തെന്ന് വാത്തിക്കുടിയിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. മൂന്നാർ ടൗണിൽ നിന്നും ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് തകർന്നതിൽ പ്രതിഷേധം കനക്കുന്നു. മഴക്കാലത്ത് ആശുപത്രിയിലേക്ക് പോകുന്ന ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകൾ അടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നുപോകുന്നത്.
മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി. മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത്. റോഡിൽ നിരവധിയിടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട്. തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ്. ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. കാലാകാലങ്ങളായുള്ള അറ്റകുറ്റപ്പണികളുടെ കുറവാണ് റോഡ് ഈ വിധം തകരാൻ കാരണമെന്ന ആക്ഷേപം ഉയരുന്നു. മഴക്കാലത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇനിയും നടപടിയില്ലെങ്കിൽ സമരവുമായി രംഗത്ത് വരുമെന്ന് തൊഴിലാളി കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി. இப்போ உங்களுக்கு தெரியும், ஒரு 5 வருஷ காலம் ஆயிருச்சு. இந்த ரோடு செப்பரேட்டவே இல்லை, வேலை செய்யவே இல்லை. ரொம்ப மோசமான சூழ்நிலை இருக்கு. ஒவ்வொரு தொழிலாளிகளும் நம்ம தென்மலை, குண்டுமலை, செண்டுவாரை, சிட்டிவாரை, அதே போல எல்லா எஸ்டேட்ல வந்தாலும் கூட நல்ல ரோட்டில் வந்தால் இந்த ஜிஹெச்சுக்கு போகும்போது அவங்களுக்கு ரொம்ப நோய்வாய்ப்பட்டு இறக்கக்கூடிய சூழ்நிலை இந்த ரோட்னால வந்துகிட்டு இருக்கு. ஆகவே உடனடியாக இந்த ரோடை பஞ்சாயத்தாக இருந்தாலும் சரி, பிளாக்காக இருந்தாலும், ஜில்லா பஞ்சாயத்தாலும் சரி, அதே போல எம்எல்ஏ, எம்பி போன்ற அனைத்து திருத்தல பஞ்சாயத்து, அதே போல பதவியில் இருக்கக்கூடிய உத்தியோகஸ்தர்மார்கள் உடனடியாக இந்த ரோடை சரி செய்து தரவில்லை என்றால் மூணாருடைய அனைத்து பொதுமக்களையும் இந்த ஜிஹெச்சுக்கு முன்னாடி வழிநிறுத்தி மிகப்பெரிய ஒரு போராட்டம் பண்ணுவோம். തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്ര വാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസം അനുഭവപ്പെട്ടാണ് കടന്നു പോകുന്നത്. ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന വിദേശ വിനോദസഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട്. ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം. താൽക്കാലികമായി കുഴി അടയ്ക്കുകയെങ്കിലും ചെയ്തില്ലെങ്കിൽ റോഡിന്റെ തകർച്ച പൂർണ്ണമാകും. ഇതുവഴി സഞ്ചരിക്കുന്ന ചെറുവാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവാണ്. ലോഡുമായി എത്തിയ ലോറി ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ. ചിന്നക്കനാൽ പെരിയകനാലിൽ തേയില ഫാക്ടറിയിൽ വിറകുമായി എത്തിയ ലോറി ഡ്രൈവറെയാണ് യൂണിയൻ പ്രവർത്തകർ മർദ്ദിച്ചത്. അടിമാലി പ്രിയദർശിനി കോളനി ചേന്നാട്ട് വീട്ടിൽ സുമേഷിനാണ് മർദ്ദനമേറ്റത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ലോഡ് ഇറക്കുന്നതിനായി ലോറി മാറ്റിയിടുന്നതിന് ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യൂണിയൻ തൊഴിലാളികളായ 5 പേർ ചേർന്ന് ലോറി ഡ്രൈവറെ മർദ്ദിച്ച് അവശനാക്കുകയായിരുന്നു. കോൺഗ്രസ് ദേവികുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റും INTUC ചിന്നക്കനാൽ വൈസ് പ്രസിഡന്റുമായ മുരുകപാണ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളായ പെരിയകനാൽ എസ്റ്റേറ്റ് സെൻട്രൽ ഡിവിഷനിൽ മുരുകപാണ്ഡി, മുകേഷ് കുമാർ, മണികണ്ഠൻ, പാണ്ഡീശ്വരൻ, നന്ദകുമാർ എന്നിവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുമായി ശാന്തൻപാറ പോലീസ് പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇവരുടെ കെട്ടിടത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിന് മർദ്ദനമേറ്റതായി പരാതി. വണ്ടിപ്പെരിയാർ താജ് ബിൽഡിംഗിൽ താമസിക്കുന്ന നൂർ ഫെമിനിക്കും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 9 സഹോദരങ്ങളിൽ ഒരാളായ മുമിദിനാണ് നൂർ ഫെമിനിക്കും കുടുംബത്തിനും 8 മാസം മുമ്പ് കെട്ടിടത്തിന്റെ മുകൾ നില വാടകയ്ക്ക് നൽകിയത്. എന്നാൽ തിങ്കളാഴ്ച കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് മറ്റൊരു സഹോദരനായ മുസ്തഫ എത്തുകയും പീരുമേട് കോടതിയിൽ നിന്ന് ഇൻജക്ഷൻ ഓർഡർ പോലീസിൽ കാണിക്കുകയും ചെയ്തു. എന്നാൽ തെറ്റായ വിവരങ്ങളാണ് ഇൻജക്ഷൻ ഓർഡറിലുള്ളതെന്ന് പറഞ്ഞ പോലീസ് ഇയാളെ തിരിച്ചയച്ചു. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇയാൾ വീട്ടിലെത്തി തങ്ങളെ മർദ്ദിച്ചതെന്ന് കുടുംബം പറയുന്നു. അവർ ബ്രദേഴ്സ് തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി അവരെല്ലാം തീർത്തിട്ട് ഇങ്ങനെ പ്രശ്നം വരല്, നിങ്ങൾ വാങ്ങിക്കുന്ന ഇഞ്ചക്ഷൻ നമ്പറിൽ ബിൽഡിംഗ് നമ്പർ എല്ലാം തെറ്റാണ്, അപ്പോൾ ശരിയായിട്ടുള്ള നമ്പർ വാങ്ങിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ഇതെല്ലാം തീർത്ത് വിട്ടതാണ്. ആ പ്രശ്നം അങ്ങ് സോൾവ് ആക്കി വിട്ടതാണ്. പിന്നെ അടിയോ പിടിയും ഒന്നും ഉണ്ടാക്കല്ലെന്ന് പറഞ്ഞു വിട്ടതായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങോട്ട്, ഇന്നലെ തന്നെ ഞങ്ങൾ തിങ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് മാറി. ഇന്ന് രാവിലെ പിന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് കയറാൻ നോക്കിയപ്പോഴാണ് ഈ സംഭവം നടന്നത്. എല്ലാവരും കൂടിയായിരുന്നു, ആൾക്കാരെല്ലാം കൂടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ റെക്കോർഡിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പോലീസിനെ വിളിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെയുള്ള ഒരാളിനോട് പോലീസിനെ ആരെങ്കിലും ഒന്ന് വിളിക്കാമോ ചോദിച്ചപ്പോൾ അവിടെയുള്ള ഒരു പേഴ്സൺ പോലീസിനെ വിളിച്ചു. ആരാന്നറിയത്തില്ല, ആരോ പോലീസിനെ വിളിച്ച് അവർ വന്നായിരുന്നു. വന്നിട്ട് 2 പേരോട് അങ്ങോട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. പക്ഷേ അതിനുള്ളിൽ ഇവിടെ നല്ല വേദന ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആശുപത്രിയിൽ ഇവിടെ വന്ന് കാണിച്ചിട്ട് പോകാൻ നോക്കിയിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ വന്നു. തുടർന്ന് ഇവർ വണ്ടിപ്പെരിയാർ CHSയിൽ ചികിത്സ തേടിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറി. അതേസമയം അനുമതിയില്ലാതെ ഇവർ തന്റെ കെട്ടിടത്തിൽ പ്രവേശിച്ചതിനാലാണ് വഴി തടഞ്ഞതെന്നും നൂർ ഫെമിനയും കുടുംബവും ചേർന്ന് തന്നെയാണ് മർദ്ദിച്ചതെന്നും മുസ്തഫ പ്രതികരിച്ചു. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അടിമാലി ടൗണിന് സമീപം അപ്സര കുന്നിൽ തോട്ടിൽ ഒരാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. നാളുകളായി അടിമാലിയിൽ താമസിച്ചു വന്നിരുന്ന നെടുങ്കണ്ടം മൈനർ സിറ്റി സ്വദേശി പോളക്കൽ വീട്ടിൽ പ്രദീപാണ് മരിച്ചത്. അബദ്ധത്തിൽ കാൽവഴുതി തോട്ടിൽ വീണ് അപകടത്തിൽപ്പെട്ടതാകാം മരണത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. നെടുങ്കണ്ടം സ്വദേശിയെങ്കിലും മേസ്തിരിപ്പണിക്കാരനായ പ്രദീപ് കഴിഞ്ഞ കുറച്ചധികം കാലമായി അടിമാലിയിലാണ് താമസിച്ചു വന്നിരുന്നത്. തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. സമീപത്ത് നിവർത്തിയ നിലയിൽ ഒരു കുടയുമുണ്ടായിരുന്നു. മൃതദേഹം കണ്ടതോടെ സമീപവാസികൾ വിവരം പോലീസിൽ അറിയിച്ചു.
ഈ ഭാഗത്ത് കൈത്തോടിനു കുറുകെ ചെറിയൊരു കലുങ്കുണ്ട. രാത്രിയിൽ താമസ സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ കാൽവഴുതി തോട്ടിൽ വീണ് അപകടം സംഭവിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കാൽവഴുതി വീണ പോലുള്ള അടയാളവും പ്രദേശത്തുള്ളതായി പോലീസ് പറഞ്ഞു. പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി. മരിച്ച പ്രദീപ് അടിമാലിയിൽ തനിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നതെന്നാണ് വിവരം. BMS ജില്ലാ കമ്മിറ്റിയും ദത്തോപാന്ത് തേങ്കിടിജി ലേബർ സ്റ്റഡി ട്രെയിനിംഗ് ആൻഡ് റിസർച്ച് സെന്ററും സംയുക്തമായി സംഘടിപ്പിക്കുന്ന യുവ നേതൃശിബിരം ചെറുതോണിയിൽ നടന്നു. ദേശീയ നിർവാഹക സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ യുവ നേതൃശിബിരം ഉദ്ഘാടനം ചെയ്തു. BMS ഇടുക്കി ജില്ലാ പ്രസിഡന്റ് MP റിച്ചികുമാർ അധ്യക്ഷത വഹിച്ച നേതൃശിബിരം ദേശീയ നിർവാഹക സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമാണ്. ഒരു ട്രേഡ് പ്രവർത്തനങ്ങൾക്ക് എന്താണ് ട്രേഡ് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം എന്താണ് എന്നൊക്കെ ചെറുതായിട്ട് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. പക്ഷെ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഞാൻ എടുത്തതിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ BMSന്റെ സവിശേഷത എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വിട്ടുപോകുന്നു എന്ന് എനിക്ക് ഒരു ആത്മപരിശോധനയിലൂടെ ബോധ്യമായ വിഷയം. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് KK വിജയകുമാർ ക്ലാസ് നയിച്ചു. BMS ഇടുക്കി ജില്ലാ സെക്രട്ടറി KC സിനീഷ് കുമാർ, BMS ജില്ലാ ട്രഷറർ സതീഷ് വേണുഗോപാൽ, സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ, MP ചന്ദ്രശേഖരൻ, B വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ദേശീയപാതയിൽ പീരുമേട് പഴയ പാമ്പനാർ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന മാംസ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതായി പരാതി. ദുർഗന്ധം മൂലം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പീരുമേട് പഴയ പാമ്പനാറ്റിൽ പ്രവർത്തിക്കുന്ന മാംസ വ്യാപാര സ്ഥാപനങ്ങളിലെ മലിനജലമാണ് ദേശീയപാതയിലേക്ക് ഒഴുക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. വൈകുന്നേരം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് വൃത്തിയാക്കുന്ന സമയത്താണ് മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ നടത്തുന്ന മീൻകട, ഇറച്ചിക്കടയോ അതിൻ്റെ വേസ്റ്റ് വെള്ളങ്ങൾ അവർ ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ വേസ്റ്റ് വെള്ളങ്ങളും ഈ ഭയങ്കര അഴുകിയ സ്മെല്ലാണ്. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണത്. വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ വേണ്ട നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൻ്റെ വേണ്ട നടപടികൾ എടുത്ത് ആ വേസ്റ്റ് വെള്ളം അവർ മാറ്റി. കട നടത്തുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേങ്കിൽ അത് ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പം സ്മെല്ല് കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. നിരവധി കുടുംബങ്ങൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നത് മൂലം ഇവരെല്ലാം ബുദ്ധിമുട്ടിലാണ്. പഴയ പാമ്പനാർ ബസ് സ്റ്റോപ്പിന് സമീപം ഒരു ഇറച്ചിക്കടയും മീൻകടയും നടത്തുന്നുണ്ട്. അത് കാരണം കൊണ്ട് അതിലെ വേസ്റ്റ് വെള്ളങ്ങളെല്ലാം ഈ ഹൈവേയിലാണ് ഒഴുകി വരുന്നത്. അതിൻ്റെ സമീപത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അത് കാരണം ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കിടന്നുറങ്ങാൻ സാധ്യതയില്ല, ഭക്ഷണം പോലും കഴിക്കാനുള്ള നിവൃത്തിയില്ല, അതുപോലെ സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വെള്ളമല്ല അവർ വേറെ ഏതെങ്കിലും ഇത് വഴി അത് മാറ്റിക്കളയാനായിട്ട് ഉദ്യോഗസ്ഥർ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നത് തടയാൻ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ലോവർ പെരിയാർ ഡാമിന്റെ വശങ്ങളിൽ സുരക്ഷാ വേലികൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഡാമിനോട് ചേർന്ന് ഇടുക്കി നേര്യമംഗലം സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പെരിയാറിന് കുറുകെ ലോവർ പെരിയാറിൽ സ്ഥാപിച്ചിട്ടുള്ള അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്നതോടെ സംസ്ഥാന പാതയിലൂടെയുള്ള യാത്ര ഏറെ ആശങ്കാപരമാണ്. സംസ്ഥാന പാതയോട് ചേർന്ന് ഡാമിലെ വെള്ളം ഉയർന്നു നിൽക്കുമ്പോൾ അപരിചിതരായ വാഹനയാത്രക്കാർക്ക് അപകട സാധ്യതയും ഏറെയാണ്. പാതയോരത്ത് മതിൽ പോലെ വളർന്നു നിൽക്കുന്ന കാടുകൾ മൂലം ഡാമിലെ ജലം കാണാനും കഴിയില്ല. നേര്യമംഗലം ഇടുക്കി റോഡിൽ പാമ്പള ഡാമിൻ്റെ പരിസരത്ത് സുരക്ഷാ വേലിയില്ലാത്തതുകൊണ്ട് ഡാമും റോഡുമായിട്ട് മീറ്ററിൻ്റെ പോലും അകല വ്യത്യാസമില്ല. ഇപ്പോൾ ഞാനീ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകെ കാണുന്നതാണ് ഡാമിലെ വെള്ളം. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് റോഡുമായി എത്തിക്കിടക്കുമ്പോൾ ഒട്ടനവധി ഭാഗങ്ങൾക്ക് അപകട സാധ്യതകളുണ്ട്. നിരവധി അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ഇതിലെ ഉള്ളതാണ്. ഒട്ടനവധി ബസ്സുകളുള്ളതാണ്. മറ്റ് തടി ലോറികൾ, ടിപ്പറുകൾ എന്നുണ്ട്. ഇത്തരം വാഹനമെല്ലാം പോകുമ്പോൾ ഈ ഡാം നിറഞ്ഞു കിടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. സുരക്ഷാ വേലി അടിയന്തരമായി ഉണ്ടാക്കിക്കൊണ്ട്, ഒരു സംരക്ഷണ വേലി ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ അപകടം ഒഴിവാകുവാൻ വേണ്ട മുൻകരുതൽ എടുക്കണമെന്നാണ് വിനയപരിസരം അഭ്യർത്ഥിക്കുവാൻ. പൊതുവെ റോഡിന് വീതി കുറഞ്ഞ ഈ ഭാഗത്ത് കാട്ടുചെടികൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് മൂലം വാഹനങ്ങൾ ഡാമിന്റെ ഓരം ചേർന്നാണ് കടന്നു പോകുന്നത്. ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. യാത്രക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് ഡാമിനോട് ചേർന്ന് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ച് സംരക്ഷണം
ഒരുക്കണമെന്നാണ് ആവശ്യം. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി. പരിപാടികളുടെ ഉദ്ഘാടനം ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് നിർവഹിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ സൂംബ ഡാൻസ് അരങ്ങേറി. സ്കൂൾ ചെയർപേഴ്സൺ അമല സച്ചേഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൊതുസ്ഥാപനങ്ങളിലും കടകളിലും പൊതുവാഹനങ്ങളിലും സ്റ്റിക്കർ പതിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. ലഹരിവിരുദ്ധ സന്ദേശം എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റിക്കർ പ്രചരണം നടത്തുന്നത്. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പല കഷ്ടങ്ങളിലേക്ക് നയിക്കുന്ന മദ്യം, അതുപോലെ മയക്കുമരുന്ന്, അതുപോലെയുള്ള ഉപയോഗിക്കുന്ന തിന്മയുടേതായിട്ടുള്ള ഉപയോഗങ്ങൾ അത് പാടെ ഉപേക്ഷിക്കാനും പ്രത്യേകിച്ചും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളാകാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും നന്മയുടെ വഴിയെ ചലിക്കുവാനുമുള്ള നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വേണം ഈ ലഹരി വസ്തുക്കൾക്കെതിരായിട്ട് നമ്മൾ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട്. കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി രാജശേഖരൻ, നഗരസഭാ കൗൺസിലർ ബീന സിബി, സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനോയ് മഠത്തിൽ, PTA പ്രസിഡന്റ് ജെയിംസ് വർഗീസ്, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് രാജു തുടങ്ങിയവർ സംസാരിച്ചു. വാഴത്തോപ്പ് ഗിരിജ്യോതി സ്കൂളിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള KSEBയുടെ ട്രാൻസ്ഫോമർ അപകട ഭീഷണി ഉയർത്തുന്നു. ട്രാൻസ്ഫോമറിൽ ഉൾപ്പെടെ കാട്ടുവള്ളികൾ കയറിക്കിടക്കുന്നതാണ് അപകട ഭീഷണിക്ക് കാരണം. ട്രാൻസ്ഫോമറിലും ഹൈ വോൾട്ടേജ് കേബിളുകളിലും കയറിപ്പറ്റിയ കാട്ടുവള്ളികളും കാടുപടലുകളും വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. ട്രാൻസ്ഫോമറിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന കമ്പിവേലി പഴകിയതും തുരുമ്പെടുത്ത സ്ഥിതിയിലുമായി. വളവോടുകൂടിയ റോഡിൽ വാഹനങ്ങൾ എത്തുമ്പോൾ കാൽനട യാത്രക്കാരും കുട്ടികളും ട്രാൻസ്ഫോമറിന്റെ സമീപത്തേക്ക് നീങ്ങും. ഇത്തരത്തിൽ നീങ്ങുമ്പോൾ കാട്ടുപടർപ്പുകൾ ഹൈടെൻഷൻ വയറിൽ തട്ടി നിൽക്കുന്നതിനാൽ ഷോക്കേൽക്കാനുള്ള സാധ്യത ഏറെയാണ്. പൈനാവ് സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലുള്ള പല ട്രാൻസ്ഫോമറുകളുടെയും അവസ്ഥ ഇത്തരത്തിലാണ്. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതിനും വൈദ്യുതി ലൈനുകളിലേക്കുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നതല്ലാതെ നടപടികൾ പൂർണ്ണമാകുന്നില്ല. വാഴത്തോപ്പ് വഞ്ചിക്കവലിയിൽ പ്രവർത്തിക്കുന്ന KSEB ഓഫീസിന്റെ 200 മീറ്റർ ചുറ്റളവിലുള്ള ട്രാൻസ്ഫോമറുകൾ പോലും പരിപാലിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ലെന്നാണ് പരാതി. കട്ടപ്പന വെള്ളയാങ്കുടി സെന്റ് ജെറോംസ് യു പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി രാജശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന സ്കൂളിന്റെ ഈ വർഷത്തെ പാഠ്യേതര പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനുള്ള നൂതന പദ്ധതികളായ നല്ല മലയാളം, നല്ല കേരളം, നോവൽ ഹോപ്പ്, നോവൽ വേൾഡ്, കാപ്പ് എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. പ്രാരംഭ് 2K25 എന്ന പേരിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി രാജശേഖരൻ നിർവഹിച്ചു. നിങ്ങൾ ഓരോരുത്തരും ലഹരിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ്. നിങ്ങൾ ഓരോരുത്തരും ഒരു യോദ്ധാവായിട്ട് മാറണം. കാരണം ഇന്ന് സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു ഇടം തലമുറയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരിതാണ് ലഹരി. അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം നോവലിസ്റ്റ് പുഷ്പമ്മ നിർവഹിച്ചു. സ്കൂൾ മാനേജർ മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ബീന സിബി, പ്രശാന്ത് രാജു, PTA പ്രസിഡന്റ് ജെയിംസ് വർഗീസ്, MBTA പ്രസിഡന്റ് ജിൻസിമോൾ TH, സ്കൂൾ ഹെഡ് മാസ്റ്റർ ബിനോയ് മഠത്തിൽ, റാണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 171ാം ജയന്തി ആഘോഷം വണ്ടിപ്പെരിയാർ മാതൃശാഖയുടെ ആഭിമുഖ്യത്തിൽ സംയുക്തമായി നടത്തുന്നതിനുള്ള ആലോചനാ യോഗം നടന്നു. വണ്ടിപ്പെരിയാർ ഗുരുമന്ദിരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വിവിധ ശാഖകളിൽ നിന്നുള്ള ഭാരവാഹികൾ പങ്കെടുത്തു. വണ്ടിപ്പെരിയാർ മേഖലയിലെ വള്ളക്കടവ്, കറുപ്പുപാലം, പെരിയാർ ടൗൺ, പെരിയാർ എന്നീ ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഗുരുദേവ ജയന്തി സംഘടിപ്പിക്കാനാണ് തീരുമാനം. അന്നേ ദിവസം അതാത് ശാഖകളുടെ നേതൃത്വത്തിൽ ശാഖാ ഓഫീസ് പടിക്കൽ പതാക ഉയർത്തുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും. തുടർന്ന് വണ്ടിപ്പെരിയാർ മാതൃശാഖയായ ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ച പ്രത്യേക പൂജകളും നടക്കും.
തുടർന്ന് നടക്കുന്ന പൊതുയോഗത്തിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖാ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിക്കും. 4 ശാഖകളിൽ നിന്നുമുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ച വണ്ടിപ്പെരിയാർ ടൗൺ വഴി ഗുരുമന്ദിരത്തിൽ എത്തിച്ചേരുന്ന ചതയദിന ഘോഷയാത്രയും സംഘടിപ്പിക്കും. ആലോചനാ യോഗത്തിൽ മാതൃശാഖാ പ്രസിഡന്റ് രാജൻ VK അധ്യക്ഷനായിരുന്നു. മറ്റ് ശാഖാ ഭാരവാഹികളായ PK ഗോപി, P നളിനാക്ഷൻ, രാജൻ കുഴുവൻമാക്കൽ, ദീപ സുഭാഷ്, വിഷ്ണു ആനന്ദ്, കലേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സേനാപതി ലയൺസ് ക്ലബിന്റെ 6ാമത് വാർഷികാഘോഷവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. രാജകുമാരി വ്യാപാര ഭവനിൽ നടന്ന വാർഷികാഘോഷം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഫിനാൻസ് അഡ്വൈസർ CA റോയി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിച്ച് 6ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നത്. നിർധന കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകി. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം, ചികിത്സാ സഹായങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അവശ്യ കലാകാരന്മാരെ സഹായിക്കൽ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾ സേനാപതി ലയൺസ് ക്ലബ്ബ് നടപ്പിലാക്കി കഴിഞ്ഞു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ലയൺസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സേനാപതി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ സ്ഥാപിക്കുന്നതിനുള്ള കോൺവെക്സ് മിററിന്റെ വിതരണവും വിദ്യാലയങ്ങളിൽ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള സാനിറ്ററി നാപ്കിൻ, ഡിസ്ട്രോയിഡ് ഇൻസുലേറ്റർ വിതരണവും നടന്നു. വാർഷികാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഫിനാൻസ് അഡ്വൈസർ CA റോയി വർഗീസ് നിർവഹിച്ചു. 59 ബോംബെയിൽ ആദ്യമായിട്ട് ഒരു ക്ലബ്ബ് ഇനാഗുറേറ്റ് ചെയ്തപ്പോൾ അതിനുശേഷം ഇന്ന് വരെ നമുക്ക് കിട്ടിയ 3 ഇന്റർനാഷണൽ ഒന്ന് ലോഹസി മേത്ത, സെക്കൻഡ് അശോക് മേത്ത, and third one Naresh Agarwal. And the fourth one is coming in 2026. അറിയാം, ഫോറടിയിൽ വെച്ച് 17-ാം തീയതിക്കുള്ളിലായിട്ട് ചാർജിരിക്കുന്ന ലൈൻ APC. എനിക്കുള്ള സന്തോഷം അദ്ദേഹം ഒരു ചാർട്ടർ അക്കൗണ്ടന്റ് ആണെന്നുള്ളതാണ്. അതിലുപരി അദ്ദേഹം നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു ഒറേറ്ററാണ്, കമാൻഡിങ് വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർഷം 2025-26 will be a totally different year. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ VR രാജേഷ് പ്രസിഡന്റും ബേസിൽ വർഗീസ് സെക്രട്ടറിയും VR ശിവൻ ട്രഷററുമായിട്ടുള്ള 16-അംഗ ഭരണസമിതി ചുമതലയേറ്റു. മുൻ ഭരണസമിതി അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. യൂത്ത് ഡിസ്ട്രിക്ട് സെക്രട്ടറി ഷൈനു സുകേഷിന്റെ നേതൃത്വത്തിൽ പുതുതായി എത്തിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. ക്ലബ് പ്രസിഡന്റ് ബോസ് P മാത്യു, ജെയിംസ് തെങ്ങുംകുടി, MS സന്തോഷ്, പ്രവീൺ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വിദ്യാർത്ഥികളിലൂടെ ലോകസമാധാനത്തിനായും സാർവലൗകിക സൗഹൃദത്തിനായും പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനയുടെ സ്കോളർഷിപ്പ് നേടി മൂന്നാറിൽ നിന്നും ഒരു 12ാം ക്ലാസ്സുകാരൻ ചൈനയിലേക്ക്. മൂന്നാർ മാട്ടുപ്പെട്ടി ടാറ്റ ഹൈറേഞ്ച് സ്കൂളിലെ വിദ്യാർത്ഥിയായ കാവുങ്കൽ സാബു മാത്യു, സാറാമ സാബു ദമ്പതികളുടെ മകനായ അശ്രയേലാണ് ഈ നേട്ടത്തിന് അർഹനായത്. യുദ്ധത്തിനെതിരായി സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന AFS എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമാധാനം വിദ്യാർത്ഥികളിലൂടെ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോകരാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത സ്കോളർഷിപ്പ് നൽകി ഓരോ വർഷവും ഓരോ വിദേശ രാജ്യങ്ങളിലെത്തിച്ച ഓരോ രാജ്യങ്ങളിലെയും സാംസ്കാരിക പഠനം നടത്തുന്നതിന് അവസരമൊരുക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇത്തവണ ചൈനയിലെ ഗ്ലോബൽ സ്റ്റെം അക്കാദമിയിലേക്കുള്ള സ്കോളർഷിപ്പാണ് അശ്രയേലിന് ലഭിച്ചത്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം കിട്ടിയത് നല്ല സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഏകദേശം 14 രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം ഒരു 40ഓളം പിള്ളേരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ബ്രദർഹുഡ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ലെവൽ ഓഫ് എക്സ്പോഷറും അത്രയും ലെവൽ ഓഫ് ഒരു എക്സ്പീരിയൻസും വേറെ മിക്ക പ്രോഗ്രാംസ് അല്ലെങ്കിൽ മിക്ക ഒരു സാധാരണ രീതിയിൽ കിട്ടാത്തതായതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ 3 മന്ത് ഓൺലൈൻ കോഴ്സിൽ നിന്ന് കുറെ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ 1 മന്ത് ഒരു എക്സ്പീരിയൻഷ്യൽ മാത്രമല്ലെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് കൂടി ആയതുകൊണ്ട് അതിൽ നിന്ന് ഒരുപാട് എനിക്ക് നേടാനുണ്ട്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അപ്രൂവൽ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ, AFS പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ, അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. 16-ലധികം രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച 7000-ലധികം അപേക്ഷകരിൽ നിന്നാണ് അശ്രയേലിനെ തിരഞ്ഞെടുത്തത്. സ്കോളർഷിപ്പോടെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 145 പേരിൽ ഒരാളായി മാറിയതിന്റെ സന്തോഷത്തിലാണ്
അസ്ട്രിയയിലും ഒപ്പം കുടുംബവും. അതിൽ വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഇത്തരം ഒരു ആഗോള സംഘടനയുടെ ഒരു പ്രോഗ്രാമിന് എന്നെ മകൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അവന്റെ കാഴ്ചപ്പാടുകളും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനും കുറച്ചുകൂടി ഒരു മാനുഷികവും ഒരു ആഗോളതലത്തിലുള്ള ഒരു കാഴ്ചപ്പാടും എൻ്റെ കുട്ടിക്ക് ഉണ്ടാകുവാനുള്ള സാഹചര്യം കിട്ടിയതിൽ വളരെ സന്തോഷവും അതിന് അവന്റെ എഫേർട്ടിന്റെ കാര്യത്തിൽ ഒരഭിമാനമുണ്ട്. അസ്ട്രിയയിൽ ചൈനയിലേക്ക് യാത്ര തിരിച്ചു. സാംസ്കാരികവും അക്കാദമികവുമായ യാത്രയുടെ ഭാഗമായി നിങ്ബോ, ഷാങ്ഹായി, ബെയ്ജിംഗ് തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇടുക്കി ഡിസ്ട്രിക്ട് ട്രഡീഷണൽ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 223, വിൽപ്പനയ്ക്ക് വന്നത് 40,563, വിൽപ്പന നടന്നത് 40,255, കൂടിയ വില 3,075, ശരാശരി വില 2,629. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 660 രൂപ, ഏലം കൂടിയ വില 2,600, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 380, ഗ്രാമ്പു 750, കൊക്കോ 90, റബ്ബർ 185. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,145 രൂപ, വെള്ളി 125. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത 85 നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കണമെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയ ഹൈക്കോടതി വിധിക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമില്ലായ്മ. ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിനും തീരുമാനത്തിനുമെതിരായി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതെന്നും MP. സബ്സിഡി വെട്ടിക്കുറച്ച് രാസവള വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കേരള കർഷക സംഘം കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലേക്ക് മാർച്ചും ധർണയും നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം MM മണി MLA ഉദ്ഘാടനം ചെയ്തു. മോദി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ രാജ്യത്തെ കാർഷിക മേഖലയെ തകർത്ത് കർഷക ജീവിതം ദുരിതപൂർണമാക്കിയെന്ന് MM മണി. രാസലഹരി മരുന്നായി 27 ഗ്രാം MDMA-യുമായി ബാംഗ്ലൂരിൽ നിന്നെത്തിയ യുവാവ് കട്ടപ്പനയിൽ അറസ്റ്റിൽ. കട്ടപ്പന ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് കൊയിലാണ്ടി പയാറ്റുവളപ്പിൽ ഷാലീന ഹൌസിൽ ഫാരിസ് മുഹമ്മദിനെ. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്. തന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ട് വിവരങ്ങൾ പഞ്ചായത്ത് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കുമെന്ന പ്രസിഡന്റ്. വാത്തിക്കുടി പഞ്ചായത്തിൽ വേസ്റ്റ് ബിൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.